1000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം. പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങൾ. പാണ്ഡ്യ രാജവംശത്തിന്റെ കാലം മുതൽ ഈ ക്ഷേത്രം ചരിത്രത്തിന്റെ ഭാഗവുമാണ്. ക്ഷേത്രപ്രതിഷ്ഠയായ സ്വയംഭൂവായ ശിവലിംഗം കണ്ടെത്തിയ ചരിത്രവും ഏറെ പ്രസിദ്ധം. ക്ഷേത്ര ഐതിഹ്യത്തിൽ എന്ന പോലെ കാലപ്പഴക്കമേറിയ ഒരു വേരിൽ നിന്നും തളിർത്തു നിൽക്കുന്ന വൃക്ഷ സാന്നിധ്യവും ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠയും ഭക്തർക്ക് അത്ഭുത കാഴ്ചകളാണ്. പ്രധാന പ്രതിഷ്ഠയുടെ മുന്നിൽ നമ്മൾ നിൽക്കുകയോ ഇരിക്കുകയോ ആയാലും നമ്മുടെ ഉയരവും ഭഗവാന്റെ പ്രതിഷ്ഠയും ഒരേ ഉയരത്തിലായിരിക്കും. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ചിന്നമണ്ണൂരിലാണ് പുരാണങ്ങളിലും ചരിത്രത്തിലും ഇടം പിടിച്ച ഈ പൂള നന്ദീശ്വര ശിവഗാമി അമ്മൻ ക്ഷേത്രം. തേനി കമ്പം ദേശീയപാതയിലാണ് ചിന്നമണ്ണൂർ. ദേശീയപാതയിൽ നിന്നും അല്പം മാറി വിശാലമായ നെൽവയലുകളാൽ അതിമനോഹരമായ ഇടം. പ്രസിദ്ധമായ കുച്ചന്നൂർ ശനീശ്വര ക്ഷേത്രത്തിന് 6 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ മഹാദേവ സന്നിധി. 7 നിലകളിൽ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രഗോപുരം. ക്ഷേത്രഗോപുരത്തിന് മുന്നിലായി 16 കരിങ്കൽ തൂണുകളിൽ തീർത്ത മനോഹരമായ ഒരു മണ്ഡപം. 1000-ലേറെ വർഷങ്ങൾ കാലപ്പഴക്കമുള്ള ഈ ക്ഷേത്രം പല കാലഘട്ടങ്ങളിലായി പുനരുദ്ധാരണ പ്രവൃത്തികളാൽ പഴമയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മനോഹരമായി നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ പൂള നന്ദീശ്വരൻ എന്ന പേരിലും ദേവി പാർവതി ശിവഗാമി അമ്മൻ എന്ന പേരിലുമാണ് ആരാധിച്ചു വരുന്നത്. ക്ഷേത്ര ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാന പ്രതിഷ്ഠയായ പൂള നന്ദീശ്വരന്റെ ശ്രീകോവിലിന് മുന്നിലായി അത്യാകർഷകമായ ഭഗവാന്റെ കൊടിമരം. കൊടിമരത്തിന്റെ അടുത്ത് തന്നെ ബലിക്കല്ല്. അതിനു മുന്നിലായി നന്ദി വിഗ്രഹം. വിശാലവും മനോഹരവും അതിലേറെ ഭക്തിസാന്ദ്രവുമായ ക്ഷേത്രാന്തരീക്ഷം. പ്രധാന ക്ഷേത്രനടയുടെ ഇടതുവശത്താണ് ശിവഗാമി അമ്മന്റെ ക്ഷേത്രം. പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ പല മണ്ഡപങ്ങളും ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെ കാണാം. സുബ്രഹ്മണ്യസ്വാമി, ദക്ഷിണാമൂർത്തി, ദുർഗാദേവി, ദേവി ഭദ്ര, ഭൈരവൻ, ചന്ദ്രശേഖരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഒപ്പം ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി നവഗ്രഹ പ്രതിഷ്ഠയും ഇവിടെ കാണാം. പ്രദക്ഷിണവേദിയിൽ ക്ഷേത്ര ഐതിഹ്യങ്ങളിൽ പറയുന്ന ക്ഷേത്രവൃക്ഷമായ പൂളവൃക്ഷം കാലങ്ങൾക്കിപ്പുറവും ഭക്തർക്ക് നേരിൽ കാണാവുന്നതാണ്. ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മുറിവേറ്റ അടയാളമുള്ള സ്വയംഭൂവായ ശിവലിംഗമാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഒരു യജ്ഞത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ശാപമേൽക്കാനിടയായ കാമധേനു നാടൻ പശുവായും ദേവലോക വൃക്ഷമായ കർപ്പക മുള്ളൻ ചെടിയായും ഭൂമിയിൽ ജീവിക്കുകയും പിന്നീട് ഇവിടെ ശിവഭഗവാൻ സ്വയംഭൂവായ ശിവലിംഗമായി പ്രത്യക്ഷനായപ്പോൾ ശാപമോചനം നേടിയെന്നുമാണ് ഐതിഹ്യം. കാലങ്ങൾക്കിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയായ സ്വയംഭൂവായ മുറിവേറ്റ അടയാളത്തോടു കൂടിയ ശിവലിംഗം കണ്ടെത്തി ഇവിടം ഒരു ക്ഷേത്രമായി മാറിയതിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പാണ്ഡ്യന്മാരുടെ ഭരണകാലം. രാജസിംഹൻ വീരപാണ്ഡ്യ തലസ്ഥാനമായി ഭരിക്കുന്ന കാലം. അക്കാലത്ത് പുലാവനം എന്നറിയപ്പെട്ടിരുന്ന ഇവിടം ദുഷ്ടമൃഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന പ്രജകളുടെ ആവലാതി പ്രകാരം രാജാവ് ഇവിടെ മൃഗവേട്ട നടത്താൻ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇവിടെ എത്തിയ രാജാവ് ഇവിടമാകെ മേഞ്ഞു നടക്കുന്ന നല്ല ഇനം പശുക്കളെ കാണാനിടയായി. പുലാവനം ഇടയഗോത്രത്തിലെ പശുക്കളാണ് ഇവയെന്നറിഞ്ഞ രാജാവ് ദിവസവും ഗോത്രത്തിൽ നിന്നും ഒരാളോട് കൊട്ടാരത്തിലേക്കുള്ള പാൽ കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു. പിറ്റേന്ന് കൊട്ടാരത്തിലേക്ക് പാലുമായി പോയ ഗോത്രത്തിലെയാൾ കൊട്ടാരത്തിലേക്കുള്ള യാത്രാമധ്യേ വഴിയിൽ ഒരു വൃക്ഷത്തിന്റെ വേരുകളിൽ കാൽ കുടുങ്ങി
വീഴുകയും പാൽക്കുടം നിലത്ത് വീണുടയുകയും ചെയ്തു. അന്ന് കൊട്ടാരത്തിൽ പാൽ എത്തിക്കാൻ കഴിയാത്ത അദ്ദേഹം പിറ്റേന്ന് വീണ്ടും പാലുമായി വരികയും ഇതേ വേരിൽ തട്ടി വീണ്ടും വീണു. പാൽക്കുടവും വീണുടഞ്ഞു. രാജകോപം ഭയന്ന അയാൾ മൂന്നാം ദിനം പാലുമായി വീണ്ടും എത്തി. ഇത്തവണ ഒരു കോടാലിയും കയ്യിൽ കരുതിയിരുന്നു. എന്നാൽ ശ്രദ്ധിച്ച് വേരിലൂടെ കടക്കവേ വീണ്ടും വീണു. പാൽക്കുടവും ഉടഞ്ഞു. കോപിഷ്ഠനായ അയാൾ കയ്യിൽ കരുതിയിരുന്ന കോടാലി കൊണ്ട് വൃക്ഷത്തിന്റെ വേരിൽ ആഞ്ഞു വെട്ടി. വേര് മുറിഞ്ഞ് കോടാലി എന്തിലോ തട്ടി. കോടാലി കൊണ്ട ഭാഗത്ത് നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നതും അവിടമാകെ ദിവ്യമായ ഒരു പ്രകാശം പരക്കുന്നതും കണ്ട ഗോത്രാംഗം ഭയന്ന് കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി. രാജാവിനോട് നടന്ന കഥയൊക്കെ വിവരിച്ചു. അനുയായികളുമായി ഇവിടെ എത്തിയ വീരസിംഹ രാജാവ് വേരുകൾക്കിടയിൽ നിന്നും മുറിവിലൂടെ രക്തമൊഴുകുന്ന ശിവലിംഗവും അവിടെ പ്രകാശം ചൊരിയുന്നതും കണ്ട് മഹാദേവനെ പൂജിക്കുകയും പിന്നീട് അനുയായികളെ കൊണ്ട് വേരുകൾ വെട്ടി നീക്കി ശിവലിംഗം ഉയർത്തുകയും ചെയ്തു. വളരെ ഉയരമുണ്ടായിരുന്നു അന്ന് ശിവലിംഗത്തിന്. ഇവിടെ നിത്യവും ശിവപൂജ ചെയ്തു വന്ന മഹാദേവ ഭക്തനായ രാജാവ് ക്ഷേത്രം പണിയാൻ തീരുമാനിക്കവേ മഹാദേവനെ ഭജിച്ച് ക്ഷേത്രം പണിയാൻ അനുഗ്രഹിക്കണമെന്നും ഉയരത്തിലുള്ള ശിവലിംഗം തനിക്ക് കണ്ടു വണങ്ങാനാകും വിധം ആകണമെന്നും അപേക്ഷിച്ചു. മഹാദേവന്റെ അനുഗ്രഹത്താൽ ഉയരത്തിലായിരുന്ന ശിവലിംഗം രാജാവിന്റെ ഉയരത്തിന് സമമാകുകയും ക്ഷേത്രം ഉയരുകയുമായിരുന്നു. രാജസിംഹ രാജാവിന്റെ ഉയരത്തിന് സമമായി എന്ന് കരുതിയ ഭഗവാന്റെ ശിവലിംഗം ഇന്നും ഒരത്ഭുത കാഴ്ചയാണ് ഭക്തർക്ക് നൽകുന്നത്. നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിൽക്കുകയോ ഇരിക്കുകയോ ആയാലും ഉയരം കൂടിയ ആളോ ഉയരം കുറഞ്ഞവരോ ആയാലും ഭഗവാന്റെ പ്രതിഷ്ഠയും ഭക്തനും ഒരേ ഉയരത്തിലായിരിക്കും എന്നതാണ് ഈ പ്രത്യേകത. ഈ ക്ഷേത്രത്തിലെ ദേവി പ്രതിഷ്ഠയായ ശിവഗാമി അമ്മൻ ക്ഷേത്രവും രാജസിംഹ പാണ്ഡ്യ രാജാവ് തന്നെയാണ് നിർമ്മിച്ചത് എന്നാണ് ചരിത്രം. ക്ഷേത്രം പണി നടക്കുന്നതിനിടയിൽ രാജാവ് തന്റെ ശില്പിയോട് കരിങ്കല്ലിൽ ഒരു ദേവീ വിഗ്രഹം പണിയാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അന്ന് ഉറക്കത്തിൽ രാജാവിന്റെ സ്വപ്നത്തിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് കുപ്പ അഥവാ കിണറിന്റെ രൂപത്തിലാണ് ദേവിയെന്നും കിണറിൽ നാരങ്ങയും വിഭൂതിയും അടയാളമായി കാണുകയും ചെയ്തു. രാജാവും പ്രജകളും പിറ്റേന്ന് അവിടെയുള്ള കിണറിന് മുന്നിൽ വന്ന് ദേവിയെ പ്രാർത്ഥിച്ചു. കിണറിൽ നാരങ്ങയും വിഭൂതിയും പൊങ്ങിക്കിടക്കുന്നത് കണ്ടതോടെ കിണർ പരിശോധിക്കുന്നതിനിടയിൽ കിണറ്റിൽ നിന്നും ദേവി വിഗ്രഹം കണ്ടെത്തുകയായിരുന്നു. ഈ വിഗ്രഹമാണ് ശിവഗാമി അമ്മന്റെ ഇന്ന് കാണുന്ന രൂപം. എപ്പോഴും വിയർപ്പ് തുള്ളിയിൽ കാണുന്ന ഈ ദേവീ വിഗ്രഹം ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ ക്ഷേത്രക്കുളവും ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഈ മനോഹരമായ തീർത്ഥക്കുളം. മഹാവിഷ്ണുവിന്റെ അഭ്യർത്ഥന പ്രകാരം ശിവഭഗവാൻ സൃഷ്ടിച്ചതാണ് ഈ തീർത്ഥക്കുളം എന്നാണ് വിശ്വാസം. ശിവഗംഗാ തീർത്ഥം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്ര പൂജാ സമയം രാവിലെ 6 മണി മുതൽ 11 വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയുമാണ് പൂജാ സമയം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ക്ഷമയോടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.